ഹായ്, ഐ എം ഗോഡ്സൺ തോമസ് മാത്യു. ഞാനിപ്പം ലക്ഷ്യയിലെ ACCA സ്റ്റുഡൻ്റാണ്. ഞാൻ കഴിഞ്ഞ ജൂൺ സെഷൻ കഴിഞ്ഞപ്പോൾ ACCയിൽ 8 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഞാനിപ്പോൾ കറൻറ്റ്ലി എൻ്റെ 9th പേപ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലക്ഷ്യയിൽ എൻ്റെ ജേർണി തുടങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് ഓരോ പേപ്പർ ACCയിൽ ഓരോ പേപ്പർ കഴിയുമ്പോൾ എനിക്ക് എക്സലൻസ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഓരോ പേപ്പർ കഴിയുമ്പോഴും അതായത് ലക്ഷ്യയിലെ തന്നെ ആ ഒരു സെഷനിൽ ആ ഒരു പേപ്പറിൽ വൺ ഓഫ് ദ ടോപ്പ് 10 വരാൻ എനിക്ക് എല്ലാ പ്രാവശ്യവും സാധിച്ചിട്ടുണ്ട്. ഒബിയസ്ലി ഞാനത് എൻ്റെ കഴിവാണെന്ന് മാത്രം പറയത്തില്ല. ലക്ഷ്യയിലെ ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ട്, അതുപോലെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട്, കോർഡിനേറ്റേഴ്സിൻ്റെ സപ്പോർട്ട് എല്ലാം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ഫീറ്റ് ഇപ്പോൾ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇവിടെ ഫാക്കൽറ്റീസ് ക്ലാസ് ഈവൻ ദോ നമുക്ക് ഷെഡ്യൂൾ ബ്രേക്സ് ഒക്കെ 3 to 4 days തരുന്നെങ്കിലും എക്സാമിന് മിനിമം ഓഫ് 15 days മുന്നേ നമുക്ക് റിവിഷനും തീർത്ത് എല്ലാം തീർത്ത് നമുക്ക് ഫുൾ ഫ്ലെഷ്ഡ് ഒരു സ്റ്റഡീസിലേക്ക് പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ലക്ഷ്യം നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പം 8 പേപ്പേഴ്സ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കറൻറ്റ്ലി എൻ്റെ 9th പേപ്പർ ഞാൻ ഓൺലൈനാണ് ചെയ്യുന്നത്. വെൻഡേഴ്സാണ് നമ്മളിപ്പം ക്യാമ്പസിൽ വരാത്തതുകൊണ്ട് തന്നെ എല്ലാ വീക്കും വിളിക്കുകയും നമ്മുടെ അടുക്ക് അപ്ഡേറ്റ് ചോദിക്കുകയും അങ്ങനെ വളരെ ഇതിൽ സപ്പോർട്ടാണ് നമുക്ക് ലക്ഷ്യം തരുന്നത്. അപ്പം ഈ ഒരു സെപ്റ്റംബർ സെഷനിൽ ഞാനിപ്പോൾ എൻ്റെ എക്സാം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ സെഷനിൽ എക്സാം എഴുതുമ്പോൾ ഞാൻ ACCA പാർട്ട് ക്വാളിഫൈഡ് ആവും. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. കാരണം ഞാൻ ലക്ഷ്യയുടെ സപ്പോർട്ട് കൊണ്ട് തന്നെ ഞാൻ പാർട്ട് ക്വാളിഫൈഡ് ആകാൻ പോവുകയാണ്. അപ്പം ഇതുകൂടെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രൊഫഷണൽ ലെവലിൽ 4 പേപ്പേഴ്സ് മാത്രമാണ് ACCയിലുള്ളത്. അപ്പം ഞാൻ ഈ ലക്ഷ്യയുടെ ഈ ഒരു സപ്പോർട്ട് അവരുടെ വാംത് ഞാൻ അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അതും ലക്ഷ്യയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.